ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ അച്ഛന്റെ ഓർമ്മ ദിവസം വരുവാണ്. അന്ന് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയും ദേവും കൂടി വരുന്നുണ്ട്. അവരെ മനഃപൂർവ്വം അപമാനിക്കുന്ന രീതിയിലും അച്ഛനെ തരം താഴ്ത്തി സംസാരിക്കുന്ന രീതിയിലൊക്കെ ചന്ദ്ര സംസാരിക്കുമ്പോൾ രേവതി നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ പിൻ കമന്റ് ആയിട്ടും ബാക്കി വിശേഷങ്ങൾ നോക്കാം. രേവതിയുടെ അച്ഛൻ എപ്പോഴും രേവതിയെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവൾ എന്ത് ജീവിതം ജീവിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കും അറിയില്ല രവിയേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. ഇത് കേൾക്കുമ്പോൾ രവിക്കും അതുപോലെ രേവതിക്കൊക്കെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾ പോട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അയ്യോ പെട്ടെന്ന് പോവാണോ ലക്ഷ്മി, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ രവി പറയുന്നുണ്ടെങ്കിലും വേണ്ട, നാളത്തെ പരിപാടിക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം എന്ന് പറയാണ് കേട്ടോ. സച്ചി വന്നു കഴിഞ്ഞാൽ പറയണമെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അവനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചോളാം എന്നുള്ള കാര്യം രവി ഉറപ്പ് നൽകാണ്. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അവർ പോകുന്നതിന് പുറകെ രേവതിയുടെ അടുത്തും പോകാൻ വേണ്ടിയിട്ട് രവി പറയാണ് കേട്ടോ. അങ്ങനെ ചെന്നിട്ട് ലക്ഷ്മിയുടെ അടുത്തും ദേവുവിന്റെ അടുത്തും പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് അമ്മേ ഞാൻ 1000 തവണ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നെ ഫോൺ ചെയ്യണോ എന്നുള്ള കാര്യം. എന്താ അമ്മ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത? ചേച്ചി ഇതിനെക്കുറിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ അമ്മ പറഞ്ഞത് നമ്മുടെ കടമ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അമ്മയ്ക്ക് അമ്മയുടെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കറിയാലോ അവരുടെ കാര്യം, അതൊക്കെ നീ വിട്ടേക്ക്. എന്തായാലും ഞാൻ രവിയേട്ടൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അത് പറഞ്ഞു നീ ഉടനെ തന്നെ അങ്ങോട്ട് വന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സച്ചി വന്നിട്ട് കുറച്ചു നേരം അവിടെ തന്നെ അവരെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. സച്ചി മോനെ സുഖമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ എന്നുള്ള രീതിയിൽ തലയിലാട്ടിയിട്ട് സച്ചി വേഗം അങ്ങോട്ട് ഉള്ളോട്ട് കയറി പോവാണേ. സച്ചി പോകുന്നത് കാണുമ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇത്, ഒരു വാക്ക് പോലും സംസാരിക്കാതെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ടേക്ക്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പറഞ്ഞു വിടുവാണേ. അങ്ങനെ സച്ചി ഉള്ളിലേക്ക് കയറി വരുമ്പം തന്നെ ചോദിക്കുന്നുണ്ട് അച്ഛനവിടെ ഇരിപ്പുണ്ടല്ലോ, അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല കഴിക്കണം. രേവതിയുടെ അമ്മയും അനിയത്തിയും വന്ന് കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടു. എന്തിനാ അച്ഛാ വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എന്താ നീ ചോദിച്ചില്ലേ? ഇല്ല അച്ഛാ അവര് വേഗം പോയെന്ന് പറയാണേ. രേവതിയുടെ അച്ഛന്റെ ഓർമ്മ ദിവസം കൊണ്ടാടാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ 1 വർഷം ആയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. കാലം വേഗം പോകുന്നുണ്ട്. ഒരു നല്ല മനുഷ്യനായിരുന്നു, പാതിയിലെ അവരുടെ ജീവിതം അവസാനിച്ചു. ഒരർത്ഥത്തില് ഞാനും അതിന് കാരണമായി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛൻ അതിൽ കാരണമൊന്നുമല്ല, വെറുതെ അച്ഛൻ അതൊന്നും ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. അതൊക്കെ വിട്, എന്തായാലും നീ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് വരണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി അരികിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇല്ല അച്ഛാ എനിക്ക് ട്രിപ്പ് ഉണ്ടെന്ന് പറയാണേ. ട്രിപ്പിനൊക്കെ നിങ്ങൾക്ക് പിന്നെ പോവാം, ഇപ്പോൾ ഇതാണ് പ്രധാനം. അച്ഛാ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തവരുടെ മുഖമൊക്കെ കാണേണ്ടി വരും. നിന്റെ അമ്മയച്ഛന്റെ ഓർമ്മ ദിവസമാണ്, അന്ന് നീ അവിടെ പോയിട്ട് അവരുടെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ പാവം ആ പയ്യനാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കെട്ടും ആക്കിയിട്ട് ഇരിക്കുവാണ്. അവർക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ ആരാ ഉള്ളത്? ഇല്ല അച്ഛാ ഞാൻ പോയാൽ ശരിയാവില്ല എന്ന് സച്ചി പറയണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണേ. നീ പോയാലേ ശരിയാവുള്ളൂ, നീ കൂടുതലൊന്നും പറയണ്ട, നീ പോണം, അത്രേ ഉള്ളൂ. അങ്ങനെ സച്ചി മറുപടി ഒന്നും പറയാതെ അവിടുന്ന് അടുക്കളയിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് അവിടുന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോഴേക്കും രേവതിയും പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. അങ്ങനെ സച്ചി വെള്ളം കുടിച്ച് കഴിഞ്ഞതിന്റെ ഉടനെ തന്നെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സച്ചിയേട്ടന്റെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ തന്നെ വെക്കണം എന്നുള്ള കാര്യം പറയാണ്. ഇപ്പൊ എന്താ ഞാൻ നിന്റെ അടുത്ത് ദേഷ്യം കാണിച്ചോ? നിങ്ങൾ എന്റെ മേലെ കാണിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ അനിയത്തിയും അമ്മയും എന്റെ അമ്മയും അനിയത്തിയും എന്താ ചെയ്തത്? നിങ്ങളടുത്ത് കണ്ടിട്ട് ഒരു വാക്കുപോലും മിണ്ടാതെ പോയില്ലേ? ഇപ്പോഴാണ് നിങ്ങളുടെ അമ്മ എന്റെ അമ്മയും അനിയത്തിയും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിപ്പിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു വെച്ചത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ അവരെ അവമാനപ്പെടുത്തിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും, അതുകൊണ്ടാണ് സൈലന്റ് ആയിട്ട് വന്നത്. അവരത് എങ്ങനെയായിരിക്കും എടുത്തതെന്നുള്ള കാര്യം പോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഈ ദേഷ്യം നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് കാണിക്കരുത്. നിങ്ങൾ എന്റെ അച്ഛന്റെ ഓർമ്മ ദിവസം വരില്ലേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നിങ്ങൾക്ക് മര്യാദ തന്നിട്ട് എന്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവരോട് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വരുമെന്ന് വിചാരിക്കുന്നു, അത്രേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പോവാണ്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ വർഷ ഡബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡബിങ്ങിൽ പറയുന്നത് എനിക്ക് വേറെ ആരും വേണ്ട, നിങ്ങൾ മാത്രം മതി. വലിയ പണോ കാറോ വേറെ ഒന്നും എനിക്ക് വേണ്ട, ചെറിയൊരു കുടിലാണെങ്കിലും ഞാൻ സന്തോഷവാദിയായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് പുറത്ത് മഹിമ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ TV സീരിയലിലൊക്കെ ഡബ് ചെയ്തിട്ടാണ് ഇവള് ഇങ്ങനെ ആയത്. പോയി അവസാനം അവളൊരു കുടിലെത്തുന്നു തന്നെയാണ് എനിക്കും തോന്നുന്നത്. അങ്ങനെ മഹിമ അവിടെ നിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ അവിടുത്തെ സാറ്. ഒന്നുമില്ല, ഇതുപോലത്തെ സീരിയലാണ് നിങ്ങൾ എടുക്കുന്നത്. പണക്കാരെ വീട്ടിലെ പെണ്ണിനെ
പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പാവപ്പെട്ട പെണ്ണിന്റെ പണക്കാരുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ഇങ്ങനത്തെ സീരിയലുകൾ മാത്രമേ നിങ്ങൾക്ക് എടുക്കാനുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇങ്ങനത്തെ സീരിയലൊന്നും എടുക്കുന്നത് ഞാനല്ലല്ലോ, പക്ഷേ ഇങ്ങനത്തെ സീരിയൽ എടുത്താൽ മാത്രമേ നമുക്ക് റേറ്റിംഗ് കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ സർ നെക്സ്റ്റ് സീൻ എടുക്കാനായോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ എന്നുള്ള കാര്യം പറയാണ്. നിങ്ങളുടെ അമ്മ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നും കൂടി പറയുമ്പോൾ വർഷ മഹിമയുടെ അരികിലേക്ക് ചെല്ലുവാണേ. അമ്മ എന്താ വന്നത്? അമ്മ വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, അമ്മയ്ക്ക് വീട്ടിലേക്ക് വന്നാൽ പോരായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്റെ അടുത്ത് തനിയെ സംസാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് എന്താടി പണ്ടത്തെ പോലെ വർക്കൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ വർക്കുണ്ട്, ഇപ്പം 3 സീരിയൽസിന് എനിക്ക് ഡബ് ചെയ്യാൻ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയാണ്. പിന്നെ എന്താണ് ശ്രീകാന്തിന് ജോലിയില്ലേ, അവൻ ജോലിയില്ലാതെ നടക്കുകയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ല അവൻ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ നീ എന്തിനാണ് ശ്രീകാന്തിന്റെ കൂടെ സൈക്കിളിൽ പോയത്? നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ വർഷ ചിരിക്കുന്നുണ്ട്. നീ എന്താണ് ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അയ്യോ അമ്മേ, അത് ഞാൻ ശ്രീകാന്തിന് കൊടുത്ത പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതേ അമ്മേ, ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തിരിക്കുന്ന ആ ദിവസം ഉണ്ടല്ലോ അവൻ മറന്നു, അതുകൊണ്ട് ചുമ്മാ അവനൊന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതാണ്. പാവം അവൻ ഓടിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു. ഇതൊക്കെ കണ്ടിട്ടാണോ അമ്മ ഓടി വന്നിരിക്കുന്നത്? ഇതെന്തൊരു കളിയാണടി, കാണുന്നവര് നീ കഷ്ടപ്പെടുമെന്നല്ലേ വിചാരിക്കുക. നിന്റെ അച്ഛനും അത് കണ്ടിട്ട് ഒരുപാട് ഫീൽ ചെയ്തു. ഇതിലമ്മ ഫീൽ ചെയ്യാൻ മാത്രം എന്താ ഉള്ളത്? നീ വേണമെങ്കിൽ വന്നിട്ട് നിന്റെ സ്കൂട്ടി എടുത്തോ, അത് വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ. ഞങ്ങൾ അമ്മ ഇപ്പൊ കാർ വാങ്ങാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഷ്ടപ്പെടുന്നൊന്നുമില്ല അമ്മേ, ഇതിനും ഭയന്ന് വന്നിരിക്കുകയാണോ അമ്മ? അതിനല്ല ഞാൻ വന്നത്, ഈ പാസ് തരാൻ വേണ്ടിട്ട് വന്നതെന്ന് പറയണേ. ഇതെന്ത് പാസ്സാണ്? നിന്റെ അച്ഛന് എല്ലാ വർഷവും പാസ് കിട്ടല്ലോ, നിനക്കറിയില്ലേ? കഴിഞ്ഞ വർഷം ലഡാക്ക് പോയതല്ലേ, ഇത്തവണ ആലപ്പി ബോട്ട് ഹൗസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നീയും ശ്രീകാന്ത് പോയിട്ട് വാ. നിങ്ങള് ഹണിമൂണൊന്നും എവിടെയും പോയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, പ്ലാൻ ചെയ്യുന്നുണ്ട് മമ്മി, പക്ഷേ ടൈം വേണ്ടേ. എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞിരിക്കാതെ ശ്രീകാന്തിനെ കൂട്ടിയിട്ട് 2 ദിവസം പോയിട്ട് വാ. ഓക്കെ മമ്മി, താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹിമ ചോദിക്കുന്നത്, ആ വീട്ടില് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, നീ സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? ആദ്യം തുടക്കത്തിലൊന്നും എനിക്ക് അവിടെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആന്റി, അങ്കിൾ, രേവതി ചേച്ചി, അവിടെ ഇതിന്റെ ശല്യമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആര്? സച്ചിയോ? അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഞാൻ അതൊന്നും കാത് കേൾക്കാറേ ഇല്ല എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. നിനക്ക് അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ നീയും ശ്രീകാന്തും കൂടി നമ്മുടെ വീട്ടിൽ വന്നിക്ക്, നിന്റെ അച്ഛന് ഒരുപാട് സന്തോഷമാകും. ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നത്, ശ്രീകാന്ത് വരുമെന്നുള്ള കാര്യം അറിയില്ല അമ്മേ, അവന്റെ ഫാമിലിയോട് കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. അപ്പോഴേക്കും വർഷയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. അമ്മേ ശരി അമ്മേ, പിന്നെ കാണാം, ഡബിങ്ങിന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണേ. ശരി, നീ നിന്റെ ജോലി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മഹിമയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛനെ ഓർമ്മ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് 2 ചേച്ചിമാർ വരുന്നത്. രേവതി, ഇന്നലെ നടന്നതുപോലെയാണ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. എന്ത് ചെയ്യാനോ, 1 വർഷമായല്ലേ, ആ നല്ല മനുഷ്യന് അത്ര ആയുസ് കൊടുത്തുള്ളൂ. നിന്റെ കല്യാണം പോലും കാണാൻ വേണ്ടി പറ്റിയില്ലല്ലോ നിന്റെ അച്ഛനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും രേവതി ഒന്നും പറയുന്നില്ല. അവർ ചെയ്യുന്ന ജോലിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സച്ചി വരില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, വരും, അവർക്കെന്തോ ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരും എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശരത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയാൾ ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ പാര കരയാൻ വേണ്ടി പോകുന്നതെന്നെ. അത് കഴിഞ്ഞ് വന്ന ആൾക്കാർ ശരത്തിനടുത്ത് ചോദിക്കുന്നുണ്ട്, ശരത്തെ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, വേദനയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയണേ. തുടർന്ന് രേവതിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത്. വരുമെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ടും ആരും വന്നില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയണേ. അമ്മേ, അച്ഛൻ വരണമെന്ന് പറഞ്ഞതാണ്. അച്ഛൻ അല്ലെങ്കിൽ സുഖമില്ലാത്തതല്ലേ, ഇവിടെ വന്നിട്ട് നമ്മുടെ അച്ഛന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ സച്ചിയേട്ടന്റെ അച്ഛന് അത് വലിയ വിഷമാകും. അവർക്ക് അല്ലെങ്കിൽ സുഖമില്ലാണ്ടിരിക്കുന്നതല്ലേ, വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ തന്നെയാണ് വരണ്ട എന്ന് പറഞ്ഞത്. എന്നാ സച്ചിയേട്ടന്റെ അടുത്ത് നിർബന്ധമായിട്ട് പോകണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. സച്ചിയേട്ടനും വരാ എന്നാ പറഞ്ഞത്. വരുമോ ഇല്ലെന്നുള്ള കാര്യം ആർക്കും അമ്മയെ അറിയുന്നത്. സച്ചി വന്നോട്ടെ, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞേക്ക്. ശരത്തിന്റെ കൈ ഒടിച്ച കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അവർക്കിടയിൽ ഒരു സംസാരമുണ്ട്. ഇനിയിപ്പം വന്നിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉള്ള മാനം കൂടി കളയണ്ടെന്ന് പറഞ്ഞേക്ക്. അത് കഴിഞ്ഞിട്ട് വേറെയും കുറെ ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും അന്വേഷിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി വരും എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി നല്ല പയ്യനായിരുന്നല്ലോ, എന്തിനാണ് ശരത്തിന്റെ കൈ ഒടിച്ചെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ രേവതിയും അതുപോലെ ലക്ഷ്മിയും. തുടർന്ന് കാണിക്കുന്നത് സുധിയാണെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുവാണ്. അങ്ങനെ സുധി വന്നിട്ട് ഹാളിലിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല സുധി,
നീ വന്നോ? വീട്ടിലേക്ക് പെട്ടെന്ന് വരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ? ജോലി വേഗം കഴിഞ്ഞോന്ന് ചോദിക്കാണേ. ഇല്ല, മൊത്തത്തിൽ പോയി എന്നുള്ള കാര്യം പറയാണേ. എന്താ ശ്രുതി പറയുന്നത്? ശ്രുതിയുടെ മുഖം ഒട്ടും ശരിയല്ലല്ലോ. എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുകയാണേ. ഇല്ല അത് എന്ന് പറഞ്ഞിട്ട് ചുറ്റിനും നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ശ്രുതിയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണേ ശ്രുതി. റൂമിലെത്തിയതിന് ശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ പറ്റിയത്? ശ്രുതി, ഞാൻ ഒരു കാര്യം പറയും, നീ എന്നോട് ദേഷ്യപ്പെടരുത് എന്നുള്ള കാര്യം പറയുമ്പോ ശ്രുതി ചോദിക്കുന്നത്, എന്താ വീണ്ടും ഓഫീസിലേക്ക് പോണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ലേറ്റ് വർക്ക് എന്തെങ്കിലും ഉണ്ടോ? വർക്കേ ഇല്ല ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രുതി, എന്റെ ഈ ജോലിയും പോയി എന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെ ശ്രുതി, നീ കളിപ്പിക്കല്ലേ. ഇല്ല ശ്രുതി, ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ്. ചുമ്മാ പറയാതെ ശ്രുതി, എന്നെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് നീ ചുമ്മാ പറയുന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല ശ്രുതി, സത്യമായിട്ടും ശ്രുതി എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം പറയണേ. അങ്ങനെ ശ്രുതിയുടെ കൈ പിടിച്ചിട്ടുണ്ട്. കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട്, എന്താ ശ്രുതി നീ ഇങ്ങനെ ചെയ്യുന്നത്? പ്ലീസ് ശ്രുതി, ദേഷ്യപ്പെടാതെ എന്നൊക്കെ ശ്രുതി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാ ഞാൻ ശ്രുതി ദേഷ്യപ്പെടാണ്ടിരിക്കേണ്ടത്? നീ ജോലിക്ക് പോയിട്ട് ഇന്നത്തേക്ക് 2 ദിവസമായേ ഉള്ളൂ, അപ്പോഴേക്ക് ജോലിയും കളഞ്ഞു വന്ന് നിൽക്കുവാണോ? ഇല്ല ശ്രുതി, ഞാന് അത് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി, നീ സംസാരിക്കരുത്. സത്യത്തിൽ ശ്രുതിക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ? ശ്രുതി എന്താ അങ്ങനെ ചോദിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും, ഒരു പ്രാവശ്യം ഒരാൾക്ക് ജോലി പോയാൽ കുഴപ്പമില്ല. നിനക്ക് ഇതുവരെ ഞാൻ അറിഞ്ഞിടത്തോളം 5-6 തവണ ജോലി പോയിട്ടുണ്ട്, അതും 1 വർഷത്തിനുള്ളിൽ. ഞാൻ എന്ത് ചെയ്യാനാ ശ്രുതി, എന്റെ ടൈമേ ശരിയല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ തെറ്റ് ശ്രുതിയുടെ മേലെ വെച്ചിട്ട് ടൈമിന് മേലെ പഴി ചാരാൻ നിൽക്കണ്ട. നാട്ടിലെന്താ വേറെ ആരും ജോലിക്ക് പോകുന്നില്ലേ? എന്താ ശ്രുതി മാത്രം ഇങ്ങനെ ഇരിക്കുന്നേ? 1 മാസം പോലും ഒരു ജോലിക്ക് പോവാൻ വേണ്ടി നിനക്ക് പറ്റില്ലേ? ഇത് കേൾക്കുമ്പോ ശ്രുതി, ഞാനും എന്തോരം ട്രൈ ചെയ്തു, പക്ഷെ ഇതിൽ കൂടുതൽ എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. നിൽക്കാൻ വേണ്ടി പറ്റാത്തതാണോ അതോ ജോലി ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലാത്തതാണോ? മീര ഇടയ്ക്കിടയ്ക്ക് പറയും നിനക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ല എന്നും നീ ഒരു ലേസി ആണെന്നും. അപ്പോഴേക്ക് ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, അപ്പൊ നീയും അങ്ങനെ തന്നെയാണോ എന്നെ കാണുന്നത്? നീ ചെയ്യുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കരുതേണ്ടത്? നിനക്ക് പഠിപ്പുണ്ട്, കഴിവുണ്ട്, പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതുവരെ 1 മാസമെങ്കിലും എനിക്ക് സമ്പാദിച്ചിട്ട് പണം തന്നിട്ടുണ്ടോ? അതിന് പകരം ജോലി പലവിധമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ, നിനക്ക് ഞാൻ സമ്പാദിച്ചു തരുന്നില്ല എന്നുള്ള കാര്യം കുത്തി കാണിക്കാനോ എന്ന് ചോദിക്കുകയാണേ. ഓ ശ്രുതി, നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ. ദേഷ്യപ്പെടേണ്ടത് ഞാനാണ്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴേ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ. ഇത് നിന്റെ അനിയൻ സച്ചി അറിഞ്ഞു കഴിഞ്ഞാല് അത് മതി, അവൻ എന്ത് രീതിയിൽ കളിയാക്കുന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഇപ്പൊ എന്താ, അവൻ പറയുന്നതാണോ നിനക്ക് പ്രശ്നം? അതും എനിക്കൊരു പ്രശ്നം തന്നെയാണ് ശ്രുതി. നീ കാരണം ഞാനാണല്ലോ അവരുടെ മുമ്പിൽ അപമാനപ്പെട്ട് നിൽക്കേണ്ടത്. ശ്രുതി, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തില്ല. ആ ഓണർ എന്നെ അപമാനിച്ചു, ഓവറായിട്ട് സംസാരിക്കുന്നു എന്ന് കരുതിയിട്ട് നീ എന്താ അതെന്നുള്ള കാര്യം ചോദിക്കുന്നത്? വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, മാസ ശമ്പളം മേടിക്കുന്നവർക്ക് എല്ലാവർക്കും അത് നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അത് സഹിച്ചിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ കാശിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കണമെന്നാണ് നീ പറയുന്നത്? സഹിച്ചു പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ലൈഫിൽ മുന്നേറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ദേഷ്യം വരും, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പാടില്ല. അപമാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് സഹിക്കണം. എന്റെ അടുത്ത് എല്ലാ ക്ലയൻസും നല്ല രീതിയിലാണ് എന്നെ നടത്തുന്നതെന്നാണോ വിചാരിക്കുന്നത്? ചില ലേഡീസൊക്കെ അവരുടെ വീട്ടിലെ മെയ്ഡിനെ പോലെയൊക്കെ എന്നെ കാണും. എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം സഹിച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ ശ്രുതി, എന്നെ കൊണ്ട് സെൽഫ് റെസ്പെക്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാണേ. ഇത് നോക്ക് ശ്രുതി, എന്റെ ദേഷ്യത്തിനുണ്ടല്ലോ ഞാൻ എന്താ നിന്നെ ചെയ്യാന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പൊ ജോലി പോയി എന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് മര്യാദ കിട്ടുക? നിന്റെ അനിയന് ഇത് മാത്രം മതിയാകും. പറഞ്ഞ് ടോർച്ചർ ചെയ്യും. ഞാൻ ഉടനെ തന്നെ ഒരു ജോലി കണ്ടുപിടിച്ചോളാം എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ എന്തിന് അതും വിട്ടിട്ട് പോരാനാണോ? അതിനു വേണ്ടിയിട്ട് നീ എന്തിനാ ജോലിക്ക് പോകുന്നത്? ചുമ്മാ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? ഇഷ്ടമല്ലാതെ എങ്ങനെ ഒരു ജോലി ചെയ്യുക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ചെയ്യണം ശ്രുതി. എല്ലാവരും എന്താ ഇഷ്ടത്തോടു കൂടിയിട്ടാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ജോലിയാണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട ജോലി കിട്ടുന്നത് വരെ സഹിച്ച് അവിടെ നിൽക്കണം. കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല. ഒരുപാട് പഠിച്ചിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള കാര്യം ഒരു പ്രോവർബ് തന്നെ ഉണ്ട്. അത് നീ പഠിച്ചിട്ടില്ലേ? നിന്നോടുള്ള വിശ്വാസം നീ തന്നെ പോവാനുള്ള വഴിയാണ് ഒരുക്കുന്നത്. ഇതിൽ കൂടുതൽ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല നിന്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് പോകുന്ന ശ്രുതിയെ പിടിച്ചു നിർത്തുവാണേ. വിട് ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എങ്ങോട്ടാ പോകുന്നത് ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എനിക്ക് ജോലിയുണ്ട് ശ്രുതി, ഞാൻ അത് ചെയ്യാനാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. തുടർന്ന് നമ്മുടെ രേവതിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇരിക്കുവാണ്. അപ്പോഴേക്ക് ചേച്ചിമാര് വന്ന് ചോദിക്കുന്നുണ്ട് ഇനിയും തുടങ്ങിയില്ല എന്നുള്ള കാര്യം. സച്ചിയേട്ടൻ വന്നിട്ട് ഇല ഇടാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇവര് സച്ചിയെ നോക്കി ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോഴേക്ക് ഓണറും അതുപോലെ ഭർത്താവും കൂടി വരുന്നുണ്ട്. എന്താ ലക്ഷ്മി, ഇതുവരെ തുടങ്ങിയില്ലേ? സമയം കഴിയാറായി, രാഹുകാലത്തിന് മുമ്പ് ഇല ഇടണ്ടേ, നിങ്ങൾ ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അല്ല, സച്ചി വരുന്നത് വരെ അവൻ വന്നോട്ടെ, നിങ്ങൾ തുടങ്ങാൻ നോക്കുമെന്ന് പറയണേ. അങ്ങനെ അവര് ഈ
വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ രേവതി വിളക്ക് കത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കർപ്പൂരം കത്തിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അപ്പോഴും സച്ചി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നിൽക്കുന്ന സമയത്ത് അവൻ വന്നോട്ടെ, വരാൻ വേണ്ടി ലേറ്റ് ആവുന്ന തോന്നുന്നത്, നിങ്ങൾ എന്തായാലും തുടങ്ങ്. അങ്ങനെ കർപ്പൂരം കാണിക്കേണ്ടത് നമ്മുടെ ശരത്താണ് കേട്ടോ. ഞാൻ കയ്യിൽ പിടിച്ചോളാം, നീ തൊട്ടാ മതി എന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി പറയുമ്പോൾ കുഴപ്പമില്ലാമേ, ഞാൻ ചെയ്തോളാം, ഡോക്ടർ കൈ ഇളക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കർപ്പൂരത്തിന്റെ അത് മേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരത്ത് കൈ പൊക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ കർപ്പൂരം കത്തിച്ച് അത് താഴേക്ക് വീഴുന്നുണ്ട്. ശരത്തിനാണെങ്കിൽ കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ കാണുമ്പോൾ തന്നെ രണ്ട് ചേച്ചിമാർ പുറത്ത് നിന്നിട്ട് എന്താ സച്ചി ഇപ്പോഴാണോ വരുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതേ കുറച്ച് പണിയുണ്ടായിരുന്നു അതാന്ന് പറഞ്ഞിട്ട് കയറി പോകുന്ന സച്ചിയെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട്, എന്താ സച്ചി ഇങ്ങനൊരു പണി ചെയ്തത്? ലക്ഷ്മി ചേച്ചി എത്ര കാര്യത്തോട് കൂടിയിട്ടാണ് സച്ചിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. നീ എന്തായാലും ശരത്തിന്റെ കൈ തിരിച്ചൊടിച്ചത് ഒട്ടും ശരിയായില്ല. ഇതുപോലൊരു മരുമകനെ ആർക്കും കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി ചേച്ചി എല്ലാവരുടെ അടുത്തും പറയായിരുന്നു. പക്ഷെ നീ ഒട്ടും ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയാണ്. ആന്റണിയുടെ കൈയും കാലിലും തല്ലി ഓടിച്ചായിരുന്നെങ്കിൽ അതൊരു കാര്യമായിരുന്നു. പക്ഷെ ഈ പഠിക്കുന്ന പയ്യനെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അത് മാത്രോ, ഇന്നിപ്പോ നിന്റെ അമ്മായിച്ചന്റെ ഓർമ്മ ദിവസമല്ലേ, എന്നിട്ട് ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്, എന്തെങ്കിലുമൊക്കെ ചെല്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അതേസമയം കർപ്പൂരം താഴെ വീണിട്ടുണ്ടല്ലോ, അത് ലക്ഷ്മി എടുത്തിട്ട് സങ്കടത്തോടു കൂടി പറയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവന്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് കർപ്പൂരം പോലും അവന് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അവനെ ഈ ആക്കി വെച്ചില്ലേ ഈ വീട്ടിലെ മരുമകൻ എന്നുള്ള കാര്യം പറയാണേ. അത് കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും കൂടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, കരയല്ലേ, ഉടനെ തന്നെ നിങ്ങളുടെ മകന്റെ കൈ ശരിയാകും. ഈ കൈ വെച്ചിട്ട് അവൻ എങ്ങനെയാ പഠിക്കുക, പരീക്ഷ എഴുതുക? സച്ചി എന്ന് പറയുന്നത് എത്ര മര്യാദയോട് കൂടിയിട്ടാണ് ഞാൻ അവനെ കണ്ടത്. അവൻ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കഷ്ടം തന്നല്ലേ. ഇതൊക്കെ കേട്ട് സച്ചി പുറത്തുണ്ട് കേട്ടോ. രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ സൈഡിലേക്ക് നടന്നു പോകുമ്പോൾ അതിന്റെ പുറകെ ചെന്നിട്ട് ഒരു ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ ഭർത്താവ് ഇപ്പോഴും ഒന്ന് പറഞ്ഞതിന് കൈ നീട്ടുന്ന സ്വഭാവം അവൻ ഇനിയും മാറ്റിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ചിലവരുടെ സ്വഭാവം ഒന്നും ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല. ചെറിയ പയ്യനാണ്, അവനെ വേദനിക്കുന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ ചെയ്തില്ലേ ഇങ്ങനെയൊക്കെ. എന്റെ മകളുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ഇനിയും പേടിയാവുന്നത്. മറ്റാർക്കും ദേഷ്യം വരില്ലേ, അവന് മാത്രമേ ദേഷ്യം വരുള്ളൂ. അതിന് മാത്രം എന്ത് റൗഡി കുടുംബമാണ്, കയ്യും കാലും ഓടിക്കാൻ വേണ്ടി മാത്രം എന്നുള്ള കാര്യം പറയുമ്പോഴാണ് സച്ചി അവിടെ നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്മി കാണുന്നത്. അതോടുകൂടി നിർത്തുന്നുണ്ട്. അങ്ങനെ സച്ചിയെ കാണുമ്പോഴേക്കും എല്ലാവരും ഒരു സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. പറഞ്ഞതെല്ലാം സച്ചി കേട്ടു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രേവതി വാ സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്താ അമ്മയെ നിർത്തി കളഞ്ഞത്, ഇനിയും പറ മൊരടൻ. ഇല്ല സച്ചി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തുടങ്ങുമ്പോഴേക്കും വരും മുതലേ ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വഴിക്ക് തന്നെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത്. അപ്പോഴേക്ക് രേവതി അരികിലേക്ക് ചെന്നിട്ട്, എന്താ സച്ചിയേട്ടാ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ശരത്തിന് കർപ്പൂരം കാണിക്കാൻ വേണ്ടി പറ്റാതെ താഴെ വീണു, അതിന്റെ സങ്കടത്തിൽ അമ്മ പറഞ്ഞതാണ്. അപ്പോഴേക്കും കൂടുതലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സച്ചി അവൻ നിന്റെ അളിയനല്ലേ, അവനെയാണോ നീ ഇങ്ങനെ അടിച്ചത്? എല്ലാം അവൻ നടക്കുന്ന രീതിയെ പോലെ ഇരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ, അങ്ങനെ ഞാൻ എന്താ നടന്നെന്നുള്ള കാര്യം ശരത്ത്, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് എന്നെ തെറ്റ് പറയാണെന്നുള്ള കാര്യം ശരത്ത് ചോദിക്കുകയാണ്. വന്ന് എന്നെ പറയണമെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ, നിങ്ങളടുത്ത് ആരാ വരാൻ വേണ്ടി പറഞ്ഞതെന്ന് ശരത്ത്. നിങ്ങൾ കാരണമാണ് ഞാൻ കയ്യിലും കെട്ടിയും കണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഫ്യൂച്ചർ എന്താവാൻ വേണ്ടി പോകുന്നതെന്ന് പോലും അറിയില്ല. എന്നെ അടിച്ചിട്ട് എന്ത് മുഖത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നീ എന്താ വലിയ ആളെ പോലെ പഠിച്ച പോലെ സംസാരിക്കുന്നത്? നിങ്ങളെക്കാൾ നല്ല യോഗ്യം തന്നെയാണ്, കൂടുതൽ സംസാരിക്കാതെ പോകാൻ വേണ്ടി പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി വീണ്ടും പോയിട്ട് ശരത്തിന് നല്ല അടി അടിക്കുന്നുണ്ട് കേട്ടോ. വന്നിട്ട് നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത്, വന്ന എന്നെ പറയണം, കൂട്ടത്തോടു കൂടി വിളിച്ചിട്ട് എന്നെ നാണം കെടുത്തിയില്ലേ, വന്ന എന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് സച്ചി കാലിപ്പോട് കൂടിയിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ അവിടുന്ന്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു കേട്ടോ. ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു വായ പോലും കഴിക്കാതെ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഓരോ മൂലക്കിൽ ഇരിക്കുവാണ്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എല്ലാവരും എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഭക്ഷണം എടുത്ത് വെക്കി ദേവു, നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ടു. എന്തിനാണ് നമ്മൾ 3 നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്? എന്തെങ്കിലും നമ്മളെ പട്ടിണിക്ക് ഇട്ടിട്ടുണ്ടോ? അച്ഛന്റെ ഓർമ്മ ദിവസം നമ്മൾ എന്തിനാ പട്ടിണി കിടക്കുന്നത്? വാ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് രേവതി തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. രേവതി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ. കരയുന്നൊക്കെ ഉണ്ട്. ഇടയ്ക്ക് അച്ഛന്റെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വിങ്ങി പൊട്ടുകയാണ് കേട്ടോ രേവതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.